സോനം വാങ്ചുക് ആശുപത്രി വിട്ടു. അല്പസമയത്തിനകം രാജ്ഘട്ടിലെത്തും. പിന്തുണച്ച എല്ലാവർക്കും സോനം വാങ്ചുക് നന്ദി അറിയിച്ചു. आज हम वही दोबारा करेंगे और उसके बाद अपने घर लद्दाख रवाना होंगे। जाते जाते आप सभी से मैं दिल की गहराइयों से शुक्रिया अदा करना चाहता था कि आप सब ने छोटे बड़े पास के दूर के देश भर से सब आवाज़ में आवाज़ मिलाकर हम सब ने एक मुहिम एक आंदोलन चलाई और हम कामयाब भी हुए और इसी तरह होते रहेंगे। आप सबसे हम जुड़े रहने की उम्मीद करते हैं। सबको सलाम, नमस्कार और जूले जय हिंद। സോനം വാങ്ചുകിനെ സ്വീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ രാജ്ഘട്ടിലെത്തി. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ്, ഒരു ചരിത്ര സമരത്തിന്റെ ഭാഗമായ ശേഷം തിരിച്ചെത്തുകയാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന്. ഇപ്പോൾ രാജ്ഘട്ടിലേക്ക് എപ്പോഴെത്തും? 26 ദിവസം നിരാഹാര സമരം അവസാനിപ്പിച്ചതിന് ശേഷം മേദാന്ത ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയതിന് പിന്നാലെ ലഡാക്കിലേക്ക് പോകും വഴിയാണ് രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്താനായി മഹാത്മാഗാന്ധി സമാധിയിലേക്ക് അല്പസമയത്തിന് തന്നെ സോനം വാങ്ചുക് എത്തുന്നത്. ഇതേ രാജ്ഘട്ടിൽ നിന്നും പുഷ്പാർച്ചന നടത്തിയതിന് പിന്നാലെയാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്തുണയായി നിരാഹാര സമരം പ്രഖ്യാപിച്ച് ജന്തർ മന്ദറിലേക്ക് സോനം വാങ്ചുക് പോകുന്നത്. ഇതിന് പിന്നാലെ ഏതാണ്ട് ജൂലൈ മാസം 18-ാം തീയതിയാണ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. സഫ്ദർജംഗ് ആശുപത്രിയിൽ നിന്ന് മാറ്റണമെന്ന ഭാര്യ ഗീതാഞ്ജലിയുടെ ഹർജി പിന്നീട് ദില്ലി ഹൈക്കോടതി തീർപ്പാക്കുന്നു. അങ്ങനെയാണ് മേദാന്ത ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. മേദാന്ത ആശുപത്രിയിൽ എത്തിയിട്ടും അദ്ദേഹം നിരാഹാര സമരം തുടർന്നു. കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗും JP നദ്ദയും ചേർന്ന് നടത്തിയ ചില ഉപാധികൾ, മുന്നോട്ട് വെച്ച ഉപാധികൾ അത് അംഗീകരിച്ചതോടുകൂടിയാണ് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറ്. അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഈ കേന്ദ്രമന്ത്രിമാർ നാരങ്ങാനീര് കയ്യിലൊഴിച്ചു കൊടുത്ത് നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്തത്. ഇതിന് പിന്നാലെ ഇപ്പോൾ ലഡാക്കിലേക്ക് പോവുകയായിരുന്നു. 4 ദിവസം ആശുപത്രിയിൽ തുടർന്നു. അദ്ദേഹത്തിന് ശാരീരിക പരിശോധനകളെല്ലാം പൂർത്തീകരിച്ചപ്പോൾ മറ്റൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന് കണ്ടതോടുകൂടിയാണ് മേദാന്ത ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് നൽകാനുള്ള തീരുമാനത്തിലേക്ക് അധികൃതർ എത്തുകയും ചെയ്തത്. പിന്നാലെ ലഡാക്കിലേക്ക് പോകുന്ന വഴി ഇവിടേക്ക് എത്തി രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി തൻ്റെ സമരം ഔദ്യോഗികമായി അവസാനിപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് സോനം വാങ്ചുക്കിൻ്റെ തീരുമാനം. എങ്ങനെയാണോ താൻ സമരം ആരംഭിച്ചത് അതുപോലെ തന്നെ അവസാനിപ്പിക്കുക, രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് നിലവിൽ സോനം. അല്പസമയത്തിന് തന്നെ ഇവിടെ എത്തും. ഇപ്പോഴും ഈ രാജ്ഘട്ടിൻ്റെ എല്ലാ ഗേറ്റുകളിലും സോനം വാങ്ചുക് എത്തുന്ന എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെയും സുരക്ഷാ സേനയുടെയും വലിയ വിന്യാസം തന്നെയുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇവിടേക്ക് എത്തിയെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ എന്നൊരു വിജയാഘോഷം തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് ദില്ലിയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് സോനം വാങ്ചുക് ഇവിടെ എത്തുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ? അല്ല, ഞങ്ങൾ ഇവിടെ എത്തുന്നത് അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വിജയാഘോഷത്തിൻ്റെ ഭാഗമായി വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് എത്തിയത്. പക്ഷേ ഇവിടെ ഇങ്ങനെ സന്ദർശിക്കുന്നതിൻ്റെ ഇടയിലാണ് യാദൃശികമായി നമ്മൾ സമരപോരാളി ഇവിടെ എത്തുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ അവർക്കൊരു അഭിവാദ്യം അർപ്പിക്കുക എന്നുള്ളതാണ് ഇന്നും നമ്മൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആൾ ഇവിടെ എത്തുന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിൽക്കുന്നത്. ഇത്ര നിരാഹാര സമരം പിന്നീട് ദില്ലി പോലീസ് നടപടി അതൊക്കെയാണെന്ന് മറ്റൊരു തലത്തിലേക്ക് പ്രതിഷേധത്തിനെ ആകപ്പാടെ കൊണ്ടുപോയതെന്നുള്ളൊരു അതെ, രാജ്യം കണ്ട ഏറ്റവും വലിയ സമരമാണ്. ആ സമരം തീർത്തും ഒരു BJP ഗവൺമെൻറ് എങ്ങനെയാണോ ഒരു സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ എന്നിരുന്ന അതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് പകുതി വെച്ചിലാണ് സമരം അവസാനിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിൻ്റെ ഭാഗമാവാൻ ചെറിയ രീതിയിലെങ്കിലും ഭാഗമാവാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. ഇത് തന്നെയാണ്. ഇതൊരു സംഘം മാത്രമാണ്. ഇതുപോലെ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് രാജ്ഘട്ടിന് പല ഗേറ്റുകളിൽ നിൽക്കുകയാണ്. സോനം വാങ്ചുക് അല്പസമയത്തിന് തന്നെ എത്തുമെന്നാണ് അറിയുന്നത്. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസും സുരക്ഷാ സേനയും അടക്കം ഇവിടെ ഇപ്പോൾ ഗേറ്റിൽ തമ്പടിച്ചിട്ടുണ്ട്. എന്തായാലും സോനം വാങ്ചുക് അല്പസമയത്തിന് തന്നെ ലഡാക്കിലേക്ക് പോകും വഴി മഹാത്മാഗാന്ധി സമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ നിന്നാണ് സമരം ആരംഭിച്ചത്. എവിടെ നിന്ന് സമരം ആരംഭിച്ചോ അവിടെ നിന്ന് സമരം അവസാനിപ്പിക്കുന്നു. ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തി ഔദ്യോഗികമായി തന്റെ പോരാട്ടം സമരം അവസാനിപ്പിക്കാൻ പോകുകയാണ്. വ്യക്തമാണ്. ആശുപത്രി വിട്ട സോനം വാങ്ചുക് അല്പസമയത്തിനകം തന്നെ രാജ്ഘട്ടിലേക്ക് എത്തും. വിശദാംശങ്ങളാണ് YS അഭിനന്ദ നൽകിയത്.